ആനന്ദ വിശ്വാസ് ശർമ്മ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഒരു പ്രത്യേകമായൊരു വിഭാഗം സുധാകരനും മറ്റും ചേർന്നുകൊണ്ട് രൂപീകരിച്ച് ബി ജെ പിയുമായി പോകാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ 2026 തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അത്തരത്തിൽ ബി ജെ പി അനുകൂല വിഭാഗങ്ങൾ കോൺഗ്രസിനകത്തുനിന്നൊരു പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കും എന്ന് ഈ ശർമ്മ തന്നെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആ കാര്യത്തെ ഇവിടെ നിഷേധിക്കാൻ അവർക്ക് സാധിക്കുന്നതല്ല. അത് ബി ജെ പി നേതാക്കൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സുധാകരൻ ബി ജെ പിയിലേക്ക് പോകാൻ ഇവിടുന്ന് വണ്ടി കയറി ചെന്നൈയിലെത്തിയതാണ്. ആ ചെന്നൈയിലെത്തിയപ്പോഴാണ് ചില കോൺഗ്രസ് നേതാക്കൾ ഇത് മണത്തറിഞ്ഞ് അവിടെയുള്ള ചില കോൺഗ്രസുമായി ബന്ധമുള്ളവരെ ഇടപെടുവിച്ച് നേരെ തിരിച്ചയച്ചത്. സുധാകരൻ തന്നെ പറഞ്ഞ കാര്യം, ബി ജെ പിയുടെ നേതാക്കളെ കാണാൻ, അമിത്ഷായെ കാണാൻ ബി ജെ പിയുടെ നേതാക്കൾ സുധാകരനോട് ആവശ്യപ്പെട്ടു. സുധാകരനുമായി ചർച്ച ചെയ്തു. അങ്ങനെ സുധാകരനുമായി ആലോചിച്ചുകൊണ്ട് അമിത്ഷായെ കണ്ട് ഈ ബി ജെ പിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ അനിൽ ആൻ്റണി പോയതുപോലെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ്. ആ കാര്യം ചെന്നൈയിലെ ബി ജെ പി നേതാവായിട്ടുള്ള ആ രാജയാണ് എന്നെ ക്ഷണിച്ചത്. ആ രാജ ക്ഷണിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാൻ തയ്യാറായത് എന്ന് തന്നെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പിയിലേക്ക് പോകാൻ. അതിന് പുറമെ കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ ബി ജെ പിയുടെ നേതാക്കൾ സുധാകരനെ കണ്ട് അമിത്ഷായുമായി കണ്ട് സംസാരിക്കാൻ സൗകര്യമൊരുക്കാം, അതിനെപ്പോഴാണ് നിങ്ങൾ പോകുന്നത്, അതിൻ്റെ ഏർപ്പാടുകൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരനും അമിത്ഷായുമായി ബന്ധപ്പെടാൻ, ബി ജെ പി നേതാക്കളുമായിട്ട് ബന്ധപ്പെടാൻ ഉള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു എന്ന് സുധാകരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സുധാകരൻ പറഞ്ഞ കാര്യങ്ങളാണിത്. അപ്പോൾ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്.